അമ്മയ്ക്കും മരുമകൾക്കും നേരെ അയൽവാസിയുടെ മർദ്ദനം. മൺവെട്ടിയും ഹെൽമെറ്റും കൊണ്ടാണ് ആക്രമിച്ചത്. വലിയ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ കായംകുളം പോലീസ് കേസെടുത്തു. വഴിത്തർക്കത്തിന്റെ പേരിൽ അയൽവാസികളായ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചു. പുതുപ്പള്ളി ഗോവിന്ദമുട്ടത്താണ് സംഭവം. അമ്മയ്ക്കും മരുമകൾക്കും നേരെയാണ് അയൽവാസിയായ തമ്പിയും മകനും മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സലീല, ജലജ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിർത്തിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വലിയ ആക്രമണത്തിൽ കലാശിച്ചത്. കയ്യിലിരുന്ന മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് സ്ത്രീകളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അമ്മയെയും മരുമകളെയുമാണ് മർദ്ദിച്ചത്. ഈ വഴി വൃത്തിയാക്കിയപ്പോഴത്തേന് ഇവൻ ആ JCB-കാരൻ തിരിച്ചു വിളിച്ച് ഈ മെറ്റിൽ തിരിച്ചു പോരാൻ വേണ്ടിയാണ്. അങ്ങനെ JCB-കാരും വന്നില്ല. രണ്ടാൾക്കാരെയും കൊണ്ട് വന്ന് പോരാൻ ഓടി വന്ന് കോരിയപ്പോൾ അക്ക എന്ന് അവരടുത്ത് പറയാൻ നിങ്ങൾ പോരരുത്, ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയാണ് ഞങ്ങൾ വൃത്തിയാക്കിയത്, നിങ്ങൾ ഇത് പോരരുത്. അപ്പോഴത്തേന് മോള് വന്ന് മരുമോൾ, സലീലയുടെ മരുമോൾ വന്നിട്ട് ഈ വസ്തു മേടിച്ചാണ്ട മരുമോൾ വന്ന് റോഡിൽ വന്ന് സ്കൂട്ടറിൽ വന്ന് അവിടോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേന് ഇവൾ ഓടിച്ചെന്ന് പത്തലെടുത്ത് കുഞ്ഞിനെ അടിച്ചപ്പോഴത്തേന് മോള് നിലത്ത് വീണു. ഹെൽമെറ്റ് എടുത്ത് അടിച്ച് കൊച്ചിൻ്റെ തലയ്ക്ക് ഒരുപാട് അടിച്ചു. എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ മോളെ അമ്മയാണ്. ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചപ്പോഴത്തെ അക്ക എൻ്റെ മോളെ അടിച്ചെന്ന് ചോദിച്ചു. അക്ക ഓടിയപ്പോഴത്തേന് ഇവൻ്റെ മോനും കൂടെ മമ്മട്ടി എടുത്ത്, ഈ തമ്പിയും തമ്പിയുടെ മോനും കൂടെ മമ്മട്ടി എടുത്ത് അക്കയുടെ തലക്കടിച്ചു. അക്കയുടെ തലക്കടിച്ചപ്പോഴത്തേന് അക്കയും വീണപ്പോഴത്തേന് അവൾ ഹെൽമെറ്റ് എടുത്ത് അവിടെ നെറ്റിക്ക് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ടാണ് ഞങ്ങളെ കാട്ട് മുമ്പേ ഓടി ആശുപത്രി വന്നത്. അതാണ് ഇത്രയും നേരം അവിടെ നടന്നത്. ജലജ വാങ്ങിയ 1.5 സെന്റ് സ്ഥലത്തേക്കുള്ള വഴി ഉപയോഗിക്കുവാൻ തമ്പിയും കുടുംബവും അനുവദിച്ചിരുന്നില്ല. വഴി വൃത്തിയാക്കി മെറ്റലിറക്കിയതാണ് പെട്ടെന്നുള്ള അക്രമത്തിന് കാരണം. സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ക്രൂരതയെന്ന് നാട്ടുകാർ പറയുന്നു. സലീലയാണ് തമ്പിയുടെ 1.5 സെന്റ് സ്ഥലം 4.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് പ്രമാണം എഴുതി കൊടുത്തത് മുൻ പ്രമാണവും കരോടിക്ക് രസീതും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരിത് മേടിച്ചതിന് ശേഷം ഇതുവരെയൊക്കെ ആ വഴിയെ നടക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല. അവരെ സ്വന്തം കാശ് ചിലവാക്കിയിട്ടാണ് അവരിനകത്തുനിന്ന് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയത്. ആ മുറിച്ച മരങ്ങളെല്ലാം അവരെടുത്തു. പക്ഷെ ഒരു തരത്തിൽ ഞങ്ങൾ അതിനകത്തോട്ട് കയറാനോ, 2 കുഞ്ഞു കൊച്ചുങ്ങളുണ്ട്, 3 വയസ്സ് 6 വയസ്സുള്ള. ആ പൊടി മക്കളെ കൊണ്ട് ഭയങ്കര തെറിവിളിയാണ് സാറേ. ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യ. നമ്മൾ അതിൽ കയറാതിരിക്കാൻ കുപ്പിമുറി ഒടിച്ചിടുക, പിന്നെ ചവറ് വാരിയിടുക, മീൻവെള്ളം എടുത്തൊഴിക്കുക, ഇരുട്ടി വെളുക്കം നടന്ന് ചീത്ത വിളിക്കുക. ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ. പരിക്കേറ്റവരെ ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.